ഞാൻ ഇപ്പോഴാണ് ശരിക്കും അല്ലെ അനീസാറ്, നമ്മളൊക്കെ ഇപ്പോഴാണ് ബിസിനസ്സുകാരായി മാറിയത്. അപ്പൊ ഞങ്ങളെ ബിസിനസ്സുകാരാക്കിയ ഞങ്ങളുടെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. കാരണം ഇന്ന് റാഫി സാറ് പറഞ്ഞു, കോടികൾ കടബാധ്യതയുള്ള ഒരു കുടുംബം അല്ലെ, ഒരു കുടുംബം രക്ഷപ്പെട്ട ഒരു കഥയുണ്ടെങ്കിൽ ആ കഥയിലെ ആദ്യത്തെ പേര് ഞങ്ങളുടെയാണ്. കാരണം ഇന്ന് ജസ്പെയ്ഡ് എന്ന് പറയുന്നൊരു മാനേജ്മെന്റിൽ വന്ന് ഇമേഴ്സ്ഡ് ആയി ഞങ്ങളുടെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത്. കാരണം ഇന്ന് ഈ ഒരു പ്രസന്റേഷനോ ഈ പ്രൊജക്റ്റോ നിങ്ങൾ എന്താണ് കേൾക്കാൻ പോകുന്നതെന്നോ എന്താണ് നിങ്ങൾ ഗ്രഹിക്കാൻ പോകുന്നതോ ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ആ കൈകളിൽ പിടിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഇന്നേ വരെ രക്ഷപ്പെടാതിരുന്നിട്ടില്ല. എനിക്ക് പറഞ്ഞില്ലയോ? ഓക്കെ, നമുക്കൊന്ന് കാര്യത്തിലേക്ക് എടുക്കാം. ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി ജസ്പേഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചും ആ പ്രൊജക്ടിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ പുറകില്, എന്റെ പുറകില് സ്ക്രീനിൽ എന്താ കാണുന്നത്? കാടക്കോഴി, കോഴി, താറാവ്, ഓസ്ട്രിച്ച്, താറാവ്. ആണോ? ആണോ? സ്വർണ്ണ മുട്ടയിടുന്ന താറാവ്. കേട്ടിട്ടുണ്ടോ? കഥ കേട്ടിട്ടുണ്ടോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? കഥയിലേക്കൊന്നും കിടക്കുന്നില്ല കേട്ടോ, സമയമില്ല. അതെ. അപ്പോ പൊന്മുട്ടയിടുന്ന താറാവെന്ന് ചുരുക്കി പറയാം. ഒരു അല്ലെ, പണ്ട് നമ്മള് പഠിച്ചിട്ടുണ്ട്. ആ, നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടില്ല, മുത്തശ്ശി കഥകൾ അല്ലെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണ്. അതെ, ഞാൻ കോളേജിൽ. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ഹസ്ബൻഡ് വൈഫ് അവര് ഒരുപാട് പ്രശ്നങ്ങളിലും ദാരിദ്ര്യത്തിലൊക്കെ ആയിരുന്നു. ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം അങ്ങനെ അനുഗ്രഹിച്ചു. എന്താ കൊടുത്തേ? താറാവിനെ കൊടുത്തു. ആ താറാവ് ഇവർ ആറ്റുനോറ്റ് മുട്ടയൊക്കെ ഇട്ടപ്പോ ഒരു ദിവസം നോക്കിയപ്പോ നല്ല തിളക്കമുള്ള ഒരു മുട്ട, മഞ്ഞ കളർ. അതെ, മഞ്ഞ കളറിലെ മുട്ട. അപ്പൊ അവര് നോക്കിയപ്പോ അത് ഒരച്ചൊക്കെ നോക്കിയപ്പോ സംഭവം ശരിയാണ്, സംഗതി സൂപ്പറാ. എന്താണ്? സ്വർണ്ണമുട്ടയാണ്. അപ്പൊ ഇതിനെ കൊണ്ടുപോയി, താറാവിനല്ല മുട്ട കൊണ്ടുപോയി വിറ്റു. കുറച്ച് കാശൊക്കെ കിട്ടി. അങ്ങനെ ഇത് നിരന്തരം ഒരു സ്ഥിര ഏർപ്പാടായിട്ട് മാറി. ഡെയിലി ഓരോ സ്വർണ്ണ മുട്ട കിട്ടുന്നു, അതുകൊണ്ടുപോയി വിൽക്കുന്നു, ക്യാഷ് ഉണ്ടാക്കുന്നു, അവരുടെ ലൈഫ് സ്റ്റൈല് ചേഞ്ച് ആകുന്നു. അങ്ങനെ ഇരിക്കാതെ ആ ചേച്ചിക്ക് വീട്ടില് ഒരു തോന്നൽ, വേണ്ട നമുക്ക് രാവിലെ നെഗ് അടിക്കണ്ട, അറിയാലല്ലേ? അറിയാലോ. അപ്പോ ഇത്രേ ഉള്ളൂ, നമ്മുടെ കൈകളില് ഇതുപോലൊരു പൊന്മുട്ട ഇടുന്ന താറാവിനെ കിട്ടിയാൽ നമ്മ എന്ത് ചെയ്യും? അല്ല, കിട്ടിയാലെന്നുള്ളതിനുപരി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ലെ, ഇപ്പൊ ദൈവം നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്വർണ്ണ മുട്ടയുടെ താറാവിനെ തന്നാൽ എനിക്ക് മാത്രം വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈകൊടുക്കും. എല്ലാവർക്കും വേണം അല്ലെ? അങ്ങനെ പൊന്മുട്ടയിടുന്ന താറാവിനെ നിങ്ങൾക്ക് കിട്ടിയാൽ എന്ത് ചെയ്യും? കൊല്ലും, വളർത്തും. കൊല്ലു. കഥയില് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? വളർത്തും അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന പ്രൊജക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ദൈവം സമ്മാനിച്ച പൊന്മുട്ടയിടുന്ന ഓരോ താറാവുകളായിരിക്കും. ഓക്കെ അല്ലേ? ആഗ്രഹിക്കുന്നില്ലേ? എങ്കിലും കൈയടിച്ചേ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാനിരിക്കുന്നതും ഇതേ രീതിയിൽ ജസ്പേഡിൽ നിന്ന് പൊന്മുട്ടയിടുന്ന താറാവാണ്. എന്നും ഓരോ ദിവസവും ഓരോ വരുമാനം തന്നുകൊണ്ടിരിക്കുന്ന പൊന്മുട്ടയിടുന്ന താറാവ്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഈ ഒരു പ്രൊജക്ട് പ്രസന്റേഷന്റെ ഒരു ഫാന്റസി പോയിന്റ് ലെവലാണ് ഞാനിപ്പോ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ഇത് അവതരിപ്പിച്ചത്. പക്ഷെ ഇനി ഇതിന്റെ റിയാലിറ്റി നമുക്ക് നോക്കിയാൽ, അപ്പൊ എനിക്ക് ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഈ കമ്പനിയുടെ പേരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ കമ്പനിയുടെ പേര് ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു ഓക്വേർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം എന്താ സാർ, ഈ കമ്പനിയുടെ പേരില് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഒരു ചീര കുറവുണ്ട് സാർ, ഒരു പേരെടുത്ത് അല്ലെ, ഒരു ചീര കുറവുണ്ട് സാർ. പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ കിട്ടും അല്ലെ? തീയോടെ പോയേക്കുക, സെർവ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ആണോ? അറിയാവുന്നവർക്ക് പറഞ്ഞ ആണോ? നമ്മളെ ടീയോടെ മനഃപൂർവ്വം വിട്ടാണോ അല്ലയോ? എന്തിനാ ഈ ടീ? ഇവിടെ ടീ ഇല്ലാത്തതിന്റെ കാര്യം എന്താണ്? ബിക്കോസ് കുറച്ച് ചളിയാണോ എനിക്കറിയാം, സാരമില്ല. അപ്പൊ എന്താണ് ഈ ടീ ഇല്ലാത്തതിന്റെ കാര്യം? ടീ വന്നാൽ ഒരു വ്യത്യാസമുണ്ട്. ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെലിവേർഡ് എന്നൊക്കെ നമുക്ക് കേൾക്കാറുള്ളത് അല്ലെ? ജസ്റ്റ് ബൈ എന്നൊക്കെ പറയുന്ന പോലെ
ജസ്റ്റ് പെയ്ഡ് എന്ന് വെച്ചാൽ കടം കൊടുക്കരുത് അല്ലെങ്കിൽ കടം മേടിക്കരുത് എന്ന് പറയുന്നതിന് വേറെ അർത്ഥമാണെങ്കിൽ, പക്ഷെ ഇവിടെ ഈ ഒരു മാനേജ്മെന്റ് ജസ്റ്റ് പെയ്ഡ് എന്ന വാക്കിനോട് ഉദ്ദേശിച്ചത് ഈ ഒരു ജസ്റ്റ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ്. വാട്ട് ഈസ് ദിസ് ജസ്റ്റിസ്? നീതി. നീതി കൊടുക്കുക. ആർക്ക്? സർ, ഓക്കെ, നമ്മളുടെ കസ്റ്റമറിന്റെ നീതി, നമ്മളെ പോലുള്ള നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ നീതി നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു കമ്പനി ജസ്റ്റ് പേ, ജസ്റ്റിസ് പേ. അപ്പൊ നീതിയെ കുറിച്ച് പറയാൻ ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് എന്ത് എക്സ്പീരിയൻസ് അല്ലെ? നമ്മൾ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ഘടകമാണ്. ഇവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് 2020 ഈ കമ്പനി തുടങ്ങിയതെങ്കിലും ഈ മാനേജ്മെന്റിന്റെ ആദ്യത്തെ സംരംഭം സിൽവർ സ്പൂൺ ആരംഭിച്ചത് 1999 എന്ന് വെച്ചാൽ 26 വർഷത്തിലധികമായിട്ടുള്ള മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയുടെ സെക്കൻഡ് വെഞ്ചർ. ഇന്ന് ഈ ഒരു വെഞ്ചറിന്റെ ഒരു ബേസിസിലാണ് ഇന്ന് എന്റെ ഏകദേശം 6 തൊട്ട് 10 വരുന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനികളെ ഇന്ന് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾ പറയുന്നത് ഇന്ന് പ്രധാനമായിട്ടും ജസ്റ്റ് പെയ്ഡിന്റെ ഒരു വെഞ്ചറിനെ കുറിച്ചാണ്. എന്താണ് സർ ആ വെഞ്ചർ? ഓക്കെ, നമ്മൾ കണ്ടു ആക്സിലറേറ്റിംഗ് കൾട്ടിവേഷൻ ആൻഡ് ടൂറിസം വിത്ത് AI ടെക്നോളജി. അതായത് നമുക്കറിയാം ഇന്നിപ്പോ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം നമ്മുടെ എല്ലാ മേഖലയിലേക്കും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പണ്ട് പല രാജ്യങ്ങളെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇന്നിപ്പോ യുദ്ധം നടക്കുന്ന അല്ലെ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ അവരെ സമ്പന്നമായത് ഏത് രീതിയിലായിരുന്നു? ഗൾഫ് രാജ്യങ്ങൾ എന്താണ്? ക്രൂഡ് ഓയിൽ. അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായി പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവും അല്ലെ, മുറുകെ പിടിക്കാൻ പറ്റുന്ന. നമുക്കറിയാം റഷ്യ ഇന്ത്യ എന്തിനാൽ സമ്പന്നരാണ്? ആർമറി, യുദ്ധക്കോപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് റഷ്യ. അതുപോലെ ഇസ്രയേൽ നൂതന ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയാൽ സമ്പന്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുന്നു. ചൈന എന്തൊരു സമ്പന്നമാണ്? മാനുഫാക്ചറിംഗ് അല്ലെ, പ്രൊഡക്ട് മാനുഫാക്ചറിംഗ്, കൺസ്യൂമർ പ്രൊഡക്ട്സ് മാനുഫാക്ചറിംഗിൽ ഏറ്റവും വലിയ ഒരു രാജ്യമാണ് ചൈന. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യത്തിനല്ലേ പറയാൻ ഭാരത്, ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് എന്തുണ്ട് പറയാൻ? ടൂറിസം, കൃഷി. മെയിൻ ആയിട്ട് നമുക്ക് കൃഷിയാണ്. കാരണം നമുക്കറിയാം പണ്ട് എല്ലാവരും കൃഷിക്കാരായിരുന്നു ഇല്ലേ, കർഷകരായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ? കൃഷി ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? പക്ഷെ ഇതിനൊരു അപാര സാധ്യതയല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോ ഈ കൃഷിയെ ഇന്നിപ്പോൾ കൃഷി ചെയ്യാൻ പോലും ഒരു സാഹചര്യമോ ഒന്നുമില്ലാത്ത, മണ്ണും വെള്ളവും ഒന്നും കാലാവസ്ഥയും ഒന്നും അനുയോജ്യമല്ലാത്തടത്ത് പോലും. അതായത് അനീസാർ ഒന്നുകൂടെ വ്യക്തമാക്കണം, അപാര സാഹചര്യം അനീസാർ പറയുമ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സാധ്യതയുള്ള രാജ്യം ഇന്ത്യയാണ്. കാരണം ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡെസേർട്ടിൽ വെജിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ചിന്തിക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉള്ള നാടിന്റെ പേരാണ് ഇന്ത്യ. യെസ്, അവിടെയാണ് കൃഷിയെ ആക്സിലറേറ്റ് ചെയ്യുക. എങ്ങനെ? വിത്ത് AI ടെക്നോളജിയുടെ സഹായത്തോടൊപ്പം തന്നെ കൃഷിയെയും ഒപ്പം ഇന്ന് തകർന്നു നിൽക്കുന്ന ടൂറിസത്തെ കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പ്രൊജക്റ്റാണ് ഈ പറയുന്ന. അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, നമുക്ക് പാർക്കാം മുന്തിരിത്തോപ്പുകൾ. കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? സവാരി ആരാ? ലാലേട്ടന്റെ പടത്തിനകത്ത് അല്ലെ, ലാലേട്ടന്റെ ഒരു പടമാണ് എന്ത്, ഞാൻ ഈ ചളിയും കോമഡി കഴിക്കുന്നു. ഇവൊന്നും ചിരിക്കണം. ദൈവമേ, നമ്മളെ കണ്ടിട്ട് ഇവർ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു. ഒന്ന് ചിരിച്ചേ ആളുകൾ. ഏതൊരു കാര്യം അറിയുന്നതിന് മുമ്പ് ഒന്നും സാറേ നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത് എന്റെ തടി കണ്ടിട്ടാണ് അനീസാറെ, എന്റെ തടി കണ്ട് പേടിച്ചിട്ടാണ്. അനീസാറിനോട് ലുക്കായിട്ട് ഒന്ന് തിരിച്ചാൽ എനിക്ക് തോന്നുന്നു ലിൻഡു ഒക്കെ സ്റ്റാർട്ടിങ് ലിൻഡു ജയശ്രീ ചെയ്യാൻ ഒരു കാര്യമാണ്. ഇതിപ്പോ ഞങ്ങൾക്ക് പണി കാരണം എല്ലാവരും ഞങ്ങളെ നോക്കി രൂക്ഷമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ തന്നെ പറയാം. അപ്പൊ എന്താണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ?
എന്തായിരിക്കും? സിമ്പിൾ കൺസെപ്റ്റ് അല്ല ചോദ്യം. അതായത് ജാഫർ ഇടുക്കിയുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. യെസ്. അപ്പോ നമ്മൾ ഈ ഒരു പ്രൊജക്ട് വേണ്ടത് വയനാട്ടിലാണ്. വയനാട് പുൽപ്പള്ളിയിലാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് വേണ്ടത്. നമ്മൾ ഏകദേശം 1400 ഏക്കറിന്റെ ഒരു ടോട്ടൽ പ്രൊജക്ട് ആണ് നമ്മൾ വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്ലാന്റേഷൻ പ്രൊജക്ടുകളായിട്ട് നമ്മൾ അനവധി പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 545ഓളം ചെറുകിട ചന്ദന കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെ നമ്മൾ ഈ ഒരു കമ്പനി ഈ ഒരു പ്രൊജക്ടിലൂടെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ഒരു പ്രൊജക്ട് ആണ് നമുക്ക് പാർക്കാൻ ചന്ദന തോപ്പുകൾ എന്നുള്ള ഈ ഒരു പ്രൊജക്ട്. ഈ വരുന്ന ചന്ദനമരങ്ങൾക്കിടയിൽ ഒരു കേവ് റിസോർട്ട്, ഒരു അവധിക്കാല വസതി, ഈ ഒരു മാതൃകയിൽ ഒരു വയനാട് പുൽപ്പള്ളി വാടാനക്കവലയിൽ നമ്മളൊരു റിസോർട്ട് സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. യെസ്. അപ്പൊ ടൂറിസത്തിന്റെ പുതിയ ഒരു മുഖച്ഛായയുമായി ജസ്റ്റ് ബൈ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിൽഡേഴ്സ് ഇറങ്ങിയിരിക്കുമ്പോൾ നമുക്കറിയാം കേവ് ഹൗസ് അല്ലെ, പണ്ട് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരുപാട് പോസിറ്റിവിറ്റി എനർജി നമുക്ക് ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള, ഞങ്ങൾ പറയാൻ പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ബെനിഫിറ്റ്സിന് തന്നെ ഒരുപാട് സമയം. എന്തായാലും ഞാൻ ചന്ദനത്തിന്റെ ബെനിഫിറ്റ്, ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും ഞങ്ങൾ ഇപ്പൊ തൽക്കാലം പറയുന്നത്. കാരണം നിങ്ങളൊക്കെ എന്തിനു വേണ്ടി ഇവിടെ വന്നത് അല്ലെ? ഹെൽത്ത് നമുക്ക് സെപ്പറേറ്റ് പറയാനുള്ള സെഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ കടമ വെൽത്ത് ക്രിയേഷൻ എന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രം തൽക്കാലം ഞങ്ങൾ ഇതിലേക്ക് ഒരു സബ്ജക്റ്റിലേക്ക് കിടക്കുകയാണ്. 5 സെന്റ് സ്ഥലത്തില് 575 സ്ക്വയർ ഫീറ്റില് ഒരു മനോഹരമായ കേവ് ഹൗസ്. അതിന്റെ പ്രത്യേകത ഒരു ഇൻബിൽറ്റ് സ്വിമ്മിംഗ് പൂളോട് കൂടിയ കേവ് ഹൗസ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു മാതൃക എന്നുള്ളത് നമുക്ക് കാണാം. ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കേവ് റിസോർട്ട് ഫെറോമിനിറ്റി കൺസ്ട്രക്ഷനിലെ മെത്തേഡിൽ ഇത് പണിതതിനു ശേഷം മഡ് പാക്ക് ചെയ്ത് നാച്ചുറൽ ഗ്രാസ് ഇതിന്റെ മുകളിൽ പിടിപ്പിച്ചിട്ടാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ. അപ്പൊ പറഞ്ഞു, ഈ ഒരു കോട്ടേജിൽ ഒരു മനോഹരമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമും ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫോട്ടോയിൽ കാണുന്നുണ്ട് ഈ ഒരു കോട്ടേജിന്റെ പുറത്തൊരു സ്വിമ്മിംഗ് പൂള്. അപ്പൊ ഈ ഒരു കോട്ടേജിന് നമ്മൾ അകത്തൊരു സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ പ്രൈവറ്റ് പൂൾ എന്ന് പറയുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കണമെങ്കിൽ പുറത്തു വെക്കണം. സത്യത്തിൽ ഈ ഒരു കോട്ടേജ് റൂമിനോട് ചേർന്ന് അകത്താണ് ഇതിനൊരു പൂള്. ഇപ്പൊ നമുക്കറിയാം പല ഹോട്ടലുകളിലൊക്കെ നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ പൂളോട് കൂടിയിട്ടുള്ള റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പൂൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് പൂൾ ആയിരിക്കില്ല, ഇതൊരു കോമൺ സ്വിമ്മിംഗ് പൂൾ ആയിരിക്കും. ആ റിസോർട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് അതിൽ ചാടാം അല്ലെ. അപ്പൊ എന്ത് പറ്റും, സ്ത്രീകളൊന്നും ഒരു പരിധി വരെ ആ പൂളിൽ ഇറങ്ങില്ല. പക്ഷെ നമുക്ക് ടൂർ പോകുമ്പോൾ ഒരു ആഗ്രഹമില്ലേ, പൂളിൽ ചാടി ഒന്ന് ഉല്ലസിക്കുക, ഒന്ന് നീന്തി കുളിക്കുക. അത് പുരുഷന്മാർക്ക് മാത്രമുള്ളോ? സ്ത്രീകൾക്ക് ആഗ്രഹമില്ല? ആഗ്രഹമില്ല കണ്ടോ? യെസ്. അപ്പൊ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെ കമ്പനി ഒരു ട്രെയിനിങ്ങിനുണ്ട്. എവിടെ വരും? ക്രൗൺ പ്ലാസ. അപ്പൊ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രെയിനിങ്ങാ. ഏകദേശം 8 മണി 9 മണിയൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങളൊന്ന് എല്ലാരും പറഞ്ഞു നമുക്ക് പൂളിലൊക്കെ ചാടി കുളിക്കാം. സംഗതി അവിടെ ചെന്നപ്പോ പൂള് ക്ലോസ്. പൂളിൽ കുളിക്കാൻ പറ്റില്ല. നമ്മൾ 10,000 30,000 രൂപയൊക്കെ കൊടുത്ത് ആ ഒരു ഹോട്ടലിൽ ചെന്ന് താമസിച്ചിട്ട് അവിടുത്തെ പൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് മോർണിംഗ് 7 AM മുതൽ ഈവനിങ് 7 PM വരെ പൂൾ ആക്റ്റീവ് ഉണ്ട്. ബാക്കി സമയത്ത് നമുക്ക് പൂളിൽ ഇറങ്ങണമെങ്കിൽ അവിടെ സാധിക്കില്ല. ആ ഒരു വേദന ഉണ്ടല്ലോ ഞങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. മനസ്സിലായോ? നല്ലൊരു വീട്ടിലുണ്ടായി. കാരണം അത്രയും പൈസയും കൊടുത്ത് അവിടെ പോയി താമസിച്ചിട്ട് ആ പൂളിൽ ചാടാൻ പറ്റിയില്ല, കുളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, നിങ്ങളും കാശ് മുടക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ലേ? അവിടെയാണ് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള നമ്മുടെ റിസോർട്ടിന്റെ ഒരു പ്രത്യേകത. ഈ ഒരു കോട്ടേജിന്റെ അകത്തായിരിക്കും പ്രൈവറ്റ് പൂൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നമ്മൾക്ക് ഒറ്റയ്ക്കോ ഫാമിലി ആയിട്ടോ അല്ല ഹസ്ബൻഡ് വൈഫായിട്ടോ കുട്ടികളായിട്ടോ ഒരുമിച്ച് നീന്തി കുളിക്കാൻ പറ്റുന്ന ഏകദേശം 200ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പ്രൈവറ്റ് പൂളാണ് നമുക്കിവിടെ കമ്പനി ഒരുക്കുന്നത്. നെക്സ്റ്റ് അതിലൊരു മനോഹരമായിട്ടൊരു വാട്ടർ ഫോൾസ് ഉണ്ട്. ഫുള്ളി എയർ കണ്ടീഷൻ ആണ്. 570 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ കോട്ടേജ്. ലാൻഡ് ഏരിയ 5 സെന്റിലാണ്. അതിന് ചുറ്റിനുമാണ് 16ഓളം ചന്ദന മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. അപ്പൊ ചന്ദനമരങ്ങൾക്കിടയിലുള്ള ഈ ഒരു കോട്ടേജ് ആണ് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അനിസാർ, നമ്മൾ ഈ മെയിൻ പോയിന്റിലേക്ക് പോകും മുമ്പ് ഞങ്ങള് നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആർക്കെങ്കിലും ഈ ചന്ദനം വീട്ടിൽ വളർത്താൻ പറ്റും, കൃഷി ചെയ്യാൻ പറ്റും, നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, അങ്ങനെ ആർക്കും ഡൗട്ട് ഉണ്ടോ?
ചന്ദന കൃഷി ചെയ്യാൻ പറ്റുമോ? പത്രത്തിലൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണല്ലോ അല്ലേ? യെസ് ഓർ നോ? ചന്ദനം വളർത്താനും പരിപാലിക്കാനും മുറിക്കാനും ഇന്ന് അനുമതിയുണ്ട്. പക്ഷെ ഇത് ആർക്കേ കൊടുക്കാവുള്ളൂ? ഗവൺമെന്റ് കൊടുത്ത എന്ത് കിട്ടും? എത്ര രൂപ കിട്ടും? കോടികൾ കിട്ടും അല്ലെ? എന്ന് വെച്ചാൽ ഇന്ന് റൈറ്റ് ആവും ഒരു വൈറ്റ് സാൻഡൽ, ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ ചന്ദനമരം എന്ന് പറയുന്നത് വൈറ്റ് സാൻഡൽവുഡാണ്. അതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ഇന്ത്യൻ വൈറ്റ് സാൻഡൽവുഡിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് ഇന്ത്യയിലാണ്. പക്ഷെ എവിടെ? കേരളത്തിൽ, മറയൂരല്ല, പശ്ചിമഘട്ടത്തിൽ. മറയൂരിന്നൊന്നും എങ്ങനെയും പറഞ്ഞിട്ടില്ല. പശ്ചിമഘട്ടത്തിലാണ്, വെസ്റ്റേൺ ഗട്ട്സിലാണ് ഈ ചന്ദനമരം ഉത്ഭവം. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള വിലായത്ത് ബുദ്ധ അടങ്ങിയിട്ടുള്ള ഈ ഒരു സാൻഡൽവുഡിന്റെ ഡിവിഷനില് ഇന്ന് ഏകദേശം പറയുന്നത് ഒരു മരത്തിന് അപ്രോക്സിമേറ്റ് 10 ലക്ഷം രൂപ വരെ ലഭിച്ചിട്ടുള്ള കണക്കുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഈ തരുന്ന കോട്ടേജിന്റെ പ്രത്യേകത എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം. എന്തായിരിക്കും? ഒരു മാസം മുട്ടയിടുന്ന താറാവിനെ, സ്വർണ്ണ മുട്ടയിടുന്ന താറാവിനെ പോലെ മാസം മാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റെന്റൽ ഇൻകവും ശേഷം 10 തൊട്ട് 15 വർഷം കൊണ്ട് ഹിസ്റ്റോറിയം എന്ന് പറയുന്ന ഒരു കൾട്ടിവേഷൻ മെത്തേഡിലൂടെ IWST അംഗീകൃതമായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ മെത്തേഡിലൂടെ 10 തൊട്ട് 15 വർഷം കൊണ്ട് സെമി പാരസൈറ്റ് ആയിട്ടുള്ള ഹോസ്റ്റ് പ്ലാന്റിന്റെ സപ്പോർട്ടോടുകൂടി ചന്ദനമരത്തെ വളർത്തി പരിപാലിച്ച് ഗവൺമെന്റിന് ഇപ്പോൾ നൽകുന്നതിലൂടെ കിട്ടുന്ന റിട്ടേൺ ഏറ്റവും കുറഞ്ഞ 1 CR to 5 CR വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോഴും കിട്ടും, പിന്നെയും കിട്ടും. അപ്പോഴും കിട്ടും, ഇപ്പോഴും കിട്ടും, അപ്പോഴും കിട്ടും. ഒന്ന് ചിരിക്കുന്നില്ല. ഒരു കൈ തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ആ ഒരു കോട്ടേജിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ഇതുപോലുള്ള റിസോർട്ടുകളൊക്കെ താമസിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടെന്ന് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ പോയപ്പോ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ അതിനകത്ത് ഇല്ലാന്നോ. നമ്മൾ 10-25,000 രൂപ കൊടുത്തു റൂമില്, പക്ഷെ പ്രൈവറ്റ് പൂൾ ഇല്ല. ഒരു ബാത്ത് ടബ് ഉണ്ട്, ഓക്കെ. പക്ഷെ ഇവിടെ ഉണ്ട്, പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വാട്ടർ പൂൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പോരാ, കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മുടെ കൂട്ടിച്ചേർക്കാനുണ്ട്. അവിടെ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പറയും, മമ്മി പപ്പ പാർക്കിൽ കൊണ്ടുപോകുന്നേക്കും. കാരണം എന്താ, അവരുടെ ലൈഫ് അങ്ങനെയാണ്. ഒരു എൻജോയ് ചെയ്യാൻ, എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പൊ നമ്മളും ഇവിടെ ഒരുക്കുന്നുണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ഏരിയ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ, കാരണം ട്രീ ഹൗസ് ഉൾപ്പെടെ വരുന്ന ആക്ടിവിറ്റി, ബമ്പി ജമ്പിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളിവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു ഇൻഫിനിറ്റി പൂളിന്റെ പ്രത്യേകത നമുക്കറിയാം, എല്ലാവർക്കും ഫാമിലി. മറ്റേത് നമ്മള് പ്രൈവറ്റ് പൂൾ എന്ന് പറയുമ്പോൾ ഫാമിലിക്ക് മാത്രമാണെങ്കിൽ, ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ആയിട്ടുള്ള ഒരു സ്ക്വാഡിന് തന്നെ മൊത്തത്തിൽ ഇറങ്ങി തിമിർക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന പൂളും നമ്മൾ ഈ കോമൺ അമ്യൂണിറ്റീസിൽ ഒരു പ്രത്യേകത കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കുറച്ചുകൂടി അഡ്വഞ്ചർ ആകാൻ വേണ്ടി ലിൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രീ ഹൗസ് ഒക്കെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ട്രീ ഹൗസിനൊക്കെ പുറമെ നമുക്കറിയാം, രാത്രി കാലങ്ങളിൽ ഒരു ക്യാമ്പ് ഫയറും അല്ലെ മ്യൂസിക്കും ഒക്കെ ആയിട്ടുള്ള അതിനും ഒരു സെപ്പറേറ്റ് ഏരിയ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മള് റെസ്റ്റോറന്റുകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ തന്നെ പ്ലാന്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും എഗ്ഗും മീറ്റും ഫിഷും ഒക്കെ തന്നെയാണ് നമ്മുടെ റെസ്റ്റോറന്റിൽ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം സ്പാ അരോമ തെറാപ്പി, നമുക്കറിയാം സ്പാ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലൊക്കെ പ്രീമിയം ആയിട്ടുള്ള ഹോട്ടൽസുകളൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുപോലുള്ള ഒരു വെൽനസ് ക്യാമ്പസ് ആയിട്ടാണ് നമുക്ക് വാങ്ങാൻ ചന്ദനത്തൂപ്പുകൾ എന്നുള്ള ഈ ഒരു റിസോർട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത്. അവിടെയാണ് അരോമ തെറാപ്പി ട്രീറ്റ്മെന്റ്. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, സാൻഡൽവുഡിന്റെ ഇടയിലുള്ള ഈ ഒരു കോട്ടേജിൽ അറ്റ്ലീസ്റ്റ് ചന്ദനത്തിന്റെ ഓയിൽ വെച്ചിട്ടുള്ളൊരു മസാജോ അല്ലെങ്കിൽ അതിന്റെ ഒരു അരോമ തെറാപ്പി, ആ സ്മെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഫോറിനേഴ്സിനെയൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് ഇത് മാറുകയാണ് ഈ സ്പാ ആൻഡ് അരോമ തെറാപ്പി. യെസ്, ഒപ്പം തന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളുടെ കാലഘട്ടമാണ്. നമുക്കറിയാം,
നമുക്ക് ഇന്ന് ഒരുപാട് യാത്ര ചെയ്തും ഒരുപാട് വെറൈറ്റിനെസ്സും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തില് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 500ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അണ്ടർഗ്രൗണ്ട് പാർട്ടി ഹാളും നമ്മുടെ കോമൺ അമ്യൂണിറ്റീസിലെ ഒരു പ്രധാന സവിശേഷതയാണ്. കഴിഞ്ഞില്ല, നേരത്തെ ഞാൻ പിടിച്ച കുട്ടികളിൽ തന്നെ വീണ്ടും പോവുക അല്ലെ. ഇതുപോലെ കുട്ടികൾ പറയും സൂയി കൊണ്ടുവന്നേക്കും അല്ല കൊണ്ടുവന്നേക്കും. കാരണം അവർക്ക് എന്താണ് ഇപ്പോ ട്രെൻഡാണ് ചില കിളികളെ ഇങ്ങനെ കയ്യില് ഫുഡൊക്കെ കൊടുത്താൽ അവരെ ഇങ്ങനെ ഇരുത്തി പറപ്പിക്കുക, മറ്റേ വിഷമില്ലാത്ത പാമ്പിനെടുത്ത് കഴുത്തിലിടുക, കയ്യിൽ പിടിക്കുക അല്ലെ. അങ്ങനെ ഉപദ്രവകാരികളില്ലാത്ത പക്ഷികളും മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മിനി സൂ നമ്മളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞില്ല ട്രക്കിംഗ്, ഒപ്പം ഹോഴ്സ് റൈഡിങ്, യാച്ചിങ്, അങ്ങനെ തുടങ്ങി നമുക്ക് 60 സെന്റോളം വരുന്ന ഒരു പോണ്ടും നമ്മുടെ ഈ ഒരു റിസോർട്ടിന് തൊട്ടടുത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നിരവധി അനവധി ഓപ്പർച്യൂണിറ്റികൾ ഈ കോമൺ അമ്യൂണിറ്റീസിൽ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം അഷ്യൂർ ചെയ്യാം, ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കാരണം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരു ആഘോഷം കൊണ്ടാടാൻ ഏറ്റവും നല്ല വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ തുറക്കാൻ പോകുന്ന കേരളത്തിന്റെ, ഇന്ത്യയുടെ അഭിമാന ഒരു പ്രൊജക്റ്റ് ആണ് നമുക്ക് പാർക്കാം ചന്ദന. ഓക്കെ, അപ്പൊ അതിലേക്ക് കിടന്നു നമ്മള് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിർത്തരുത്. ഇനി എന്താണ് കാര്യത്തിലേക്ക് കിടക്കുന്നതായിരിക്കും ഇപ്പൊ ഇവിടെ പറയാം അല്ലെ. ഇത് ആദ്യം പറഞ്ഞ പൊന്മുട്ടി ഇടുന്ന താറാവാന്ന് പറഞ്ഞു, കൊതിപ്പിച്ചു. ഈ താറാവിനെ സ്വന്തമാക്കണ്ടേ? സ്വന്തമാക്കണം. അപ്പൊ പല രീതിയിൽ നമുക്ക് ഇതിനെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. എനിക്കും വേണ്ട വയനാട്ടിലെ ഒരു പ്രീമിയം റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ അതിന്റെ പാർട്ണറാണെന്ന് പറയാം. ഇനി പാർട്ണറായാലും നിങ്ങൾ സ്വന്തം എന്ന് പറഞ്ഞാൽ കാരണം എന്താ, ആ ആധാരത്തിൽ നിങ്ങൾ കൂടി പാർട്ണറാകുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ രജിസ്ട്രേഷൻ വരിക. അതെ, ഡോക്യുമെന്റേഷൻ എല്ലാം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനോട് കൂടി ഒരു ഒഫീഷ്യൽ ആധാരത്തിൽ തന്നെ നിങ്ങൾക്ക് പാർട്ട്ണറാകാം, അല്ലെങ്കിൽ ഉടമസ്ഥനാകാം. അപ്പൊ എങ്ങനെയാണ് ഈ സാറേ ഉടമസ്ഥനാകാനുള്ള ക്രൈറ്റീരിയ എന്താണ്? ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മള് വയനാട്ടില് ഈ ഒരു പ്രൊജക്ട് കഴിഞ്ഞ 1 വർഷമായി കല്ലിട്ടപ്പോ അവിടെ ഇതുപോലെ ഒരു LED വാൾ വെച്ചുകൊണ്ട് നമ്മുടെ ചെയർമാൻ നമുക്ക് ആദ്യമായിട്ട് പ്രസന്റേഷനിൽ കയറി. അത് ഇതിന്റെ ഒരു 3D വീഡിയോ ആണ് നമുക്കിവിടെ കാണിച്ചത്, ഒരു AI വീഡിയോ. ഈ ഒരു കേവ് ഹൗസ് 2027 ഇതിന്റെ പണി പൂർത്തിയായാൽ ഉണ്ടാകുന്ന ആ ഒരു രൂപം, ആ കേവ് ഹൗസിനോടൊപ്പം തന്നെ ഇതിന്റെ കോമൺ അമ്യൂണിറ്റീസുകളെല്ലാം. അപ്പൊ അന്ന് ചെയർമാൻ പറഞ്ഞത് ഈ ഒരു 2027 ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു പ്രൊജക്ടിന് 1.5 കോടി രൂപയായിരിക്കും ഓരോ കോട്ടേജിന്റെ വില. പക്ഷെ ഇന്നിവിടെ ഓഫറിൽ ജസ്റ്റ് അത് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 45 lakhsന് കൊടുത്തു. പക്ഷെ ഈ ഒരു കോട്ടേജിന്റെ വർക്കുകൾ പതുക്കെ കംപ്ലീറ്റ് ആകുന്നതോടൊപ്പം തന്നെ ആ 1.5 കോടിയിലേക്കുള്ള യാത്ര തുടർന്നു. ഇന്നിപ്പോ ഇന്നത്തെ ഓഫറാണ് 95 lakh ആണ് ഇന്നിപ്പോൾ ഈ ഒരു കോട്ടേജിന്റെ പ്രൈസ്. അതായത് 1 കോടിയിൽ താഴെ, 1 കോടി അല്ലെങ്കിൽ 95 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു കോട്ടേജ് സ്വന്തം പേരിൽ സ്ഥലം പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ആ വ്യക്തിക്ക് ഇവിടെ ഒരു ദിവസം ഇന്നിപ്പോ അതിന്റെ അക്കോമഡേഷൻ പാസ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് 20,000 rupeesനാണ്, 20,000 രൂപ. അതായത് അവിടെ താമസിക്കാനുള്ള ആളുകൾക്ക് 20,000 രൂപ കൊടുത്താൽ വന്ന് താമസിക്കാൻ പറ്റും. നേരത്തെ ഞാൻ പിന്നെ പറയുന്നു, ക്രൗൺ പ്ലാസ ഹോട്ടലിൽ പിന്നെ അവിടെ വേദന എടുക്കുക. അതുകൊണ്ടാണ് ആ ഒരു കോട്ടേജ് 20-25,000 രൂപ മുടക്കിയ റൂം എടുത്തിട്ട് അവിടെ ആ റൂമിനകത്ത് നോക്കിയിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായില്ല, പുറത്തുള്ള പൂളിൽ കുളിക്കാൻ സമ്മതിച്ചില്ല എന്ന് ആലോചിക്കേ. അപ്പോ ഇവിടെ ആ പ്രൈവറ്റ് പൂളും വാട്ടർഫോൾസും ഇത്രയേറെ കോമൺ അമ്യൂണിറ്റീസ് ഉള്ള ഈ ഒരു കോട്ടേജിൽ ഒരു ദിവസം താമസിക്കാൻ 20,000 രൂപയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെയാണെങ്കിൽ 30 ദിവസവും ആ ഒരു കോട്ടേജ് ഫില്ലായാൽ അല്ലെങ്കിൽ റൂം റെന്റിന് പോയാൽ അവിടെ മാക്സിമം ലഭിക്കുന്ന റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്. നമുക്കറിയാം ടൂറിസമാണ്, 30 ദിവസം പോകുന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ 30 ദിവസം പോകുന്നതിന് 365 ദിവസവും അക്കോമഡേഷൻ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനെ ട്രെയിൻ. അനിൽ സാർ പറഞ്ഞൊരു പോയിന്റ് തന്നെയായിരിക്കും എല്ലാവരുടെയും ചിന്ത. ഞങ്ങൾ 30 ദിവസം എന്ന് പറയുമ്പോ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്തയാ എന്താ, 30 ദിവസം 30 ദിവസം പോകണ്ടേ? പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. 2025 ഡിസംബറിന് ഞങ്ങളുടെ മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുത്തു. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്
റിട്ടേൺ ഞങ്ങൾക്ക് ഉറപ്പാക്കണം. അതിനായി മാനേജ്മെന്റ് ചെയ്ത് 200-ലധികം വരുന്ന സാലറി ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്ത് ഇന്ന് ഏകദേശം 2400 അക്കോമഡേഷൻ പാസ് വിട്ടിട്ട് ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ്, തുറക്കുന്നതിന് മുമ്പ് 2400 പാസ് വിട്ടിട്ട് തുടങ്ങിയ കളിയാണിത്. ഇനി നിങ്ങൾ പറ, ഇത് ഞങ്ങൾ 30 ദിവസം ഓടിക്കുവോ ഇല്ലയെന്നുള്ളൂ. ഓടിക്കുവോ ഇല്ലയോ? Airbnb ഉണ്ട്, വെബ്സൈറ്റുകളുണ്ട്, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, സെലിബ്രിറ്റി പ്രൊമോഷൻ എല്ലാം വെബ്സൈറ്റിൽ കൂടെ നടക്കുന്നുണ്ട്. ഒപ്പം സംഘം പറിച്ചു നിൽക്കാൻ. അപ്പോ 30 ദിവസത്തെ കാര്യം പറഞ്ഞു. അതുപോലെ നമുക്ക് കണക്കൂട്ടാം. 25 ദിവസം പോയാലും ഒരു 5 lakh റവന്യൂ കയറുന്ന പ്രൊജക്ട് ആണ്. ഒരു 20 ദിവസം പോയാലും ഒരു 4 ലക്ഷം രൂപ ഒരു റവന്യൂ കയറുന്ന ഒരു പ്രൊജക്ട് ആണ്. നമുക്കറിയാം, ടൂറിസത്തിൽ എല്ലാവരും കണക്കാക്കുന്നത് 15 മുതൽ 20 ദിവസം വരെയൊക്കെ റൺ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു 15 ദിവസം മാത്രം പോയാലും ഒരു 3 ലക്ഷം രൂപ വരെയൊക്കെ റവന്യൂ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് എറണാകുളത്ത് ഒരു 1 CR ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 1 CR എന്ന് ഡൈല്യൂട്ടഡ് ആക്കാൻ പറ്റും, എന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇന്ന് 1.5 കോടി 2 കോടിയുടെയൊക്കെ വില്ലയില് മാക്സിമം പോയാൽ 50,000 രൂപ വാടക. അത് എത്ര വർഷം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും കുറഞ്ഞ 20 വർഷങ്ങൾ എടുക്കും ഇട്ട കാശ് തിരിച്ചു കിട്ടാൻ. മാത്രമല്ല മെയിന്റനൻസ്, അല്ലെ, അതിന്റെ പുറകിൽ നിൽക്കണം. ഇനി ഒരു കടമുറി ആയിക്കോട്ടെ, ഇനി ബാങ്കിൽ FD ഇടുന്നായിക്കോട്ടെ, നിങ്ങൾ ഓരോ കണക്കും വെച്ച് പരിശോധിച്ചു നോക്കിക്കോളൂ. ഇതില് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ ഇസ് ഇറ്റ് വർത്തി ഓർ നോട്ട്? നല്ലതാണോ? അപ്പോ ലിൻസി സാർ പറഞ്ഞു, ഞാൻ അത് തന്നെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു വീടോ വില്ലയോ എറണാകുളത്ത് വാങ്ങിയാൽ നമുക്ക് 1 കോടി രൂപയുടെ സെറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ ലിൻസൺ സാർ പറഞ്ഞ അത്രയും കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. ചിരിക്കുന്നുണ്ടാവും. 50,000 രൂപയെ കിട്ടില്ല. ഒരു 30,000 മുതൽ 40,000 രൂപയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ഇത് റിട്ടേൺ തിരിച്ചു പിടിക്കണമെങ്കിൽ 1 കോടി രൂപ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 18 വർഷം അല്ലെങ്കിൽ 20 വർഷമൊക്കെ എടുക്കും. അവിടെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ സാധ്യത. കാരണം ഒരു 15 ദിവസം മാത്രം പോയാൽ പോലും ആവറേജ് 3 ലക്ഷം രൂപ. എങ്ങനെ നോക്കിയാലും 3 മുതൽ 4 വർഷത്തിനുള്ളിൽ 100% ഈ ഒരു കോട്ടേജിന്റെ ഇൻവെസ്റ്റ്മെന്റ് മണി നമ്മൾക്ക് തിരികെ ലഭിച്ചിട്ടുണ്ടാവും. മാത്രമല്ല പിന്നെ അങ്ങോട്ട് 4-ാമത്തെ വർഷം മുതൽ 5-ാമത്തെ വർഷം മുതലോ പിന്നെ കിട്ടുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ ലൈഫ് ലോങ് തലമുറ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വരുമാനം ലഭിക്കുന്ന, അങ്ങനെ ലൈഫ് ലോങ് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ എന്റെ മാമം പൂത്തേന്ന് പറയുന്ന പോലെ എന്റെ ചന്ദ്രവും 15-ാം വർഷം പറ, എന്റെ ചന്ദ്രവും ഇൻവെസ്റ്റേഴ്സ് ഇല്ലേ ഇവിടെ? എന്റെ ചന്ദ്രവും. യെസ്. അപ്പൊ എന്റെ ചന്ദ്രൻ. അപ്പൊ എങ്കിലും നരീസാർ, ഈ എനർജി ഇല്ലാത്തതിന്റെ കാര്യം, നമ്മൾ ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും പറഞ്ഞിട്ട് നിങ്ങൾ കിളി പോയിരിക്കും. പേടിക്കണ്ട കേട്ടോ. ലക്ഷങ്ങളും കോടികളും ഒന്നും നോക്കണ്ട. ഞങ്ങള് ഒരു പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ലക്ഷങ്ങളും കോടികളും ഒന്നും ഇല്ലെങ്കിലും ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിനും നിങ്ങൾക്ക് ഹ്യൂജ് റിട്ടേൺ കിട്ടും. അത് മറ്റൊന്നുമല്ല, ഇതിനെ ഒരു ബ്രേക്ക് ഈവൻ ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് 1 lakh ഓൺവേർഡ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും കുറഞ്ഞത് 20,000 രൂപ റെന്റിൽ നിന്ന് 30 ദിവസം പോകുമ്പോൾ 7,000 രൂപ എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 3,000 rupees വരെയൊക്കെ മാസം കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ചിന്തിക്കുക, 1 lakhൽ നിന്ന് 1 lakh ഇൻവെസ്റ്ററിന് ചന്ദനത്തിനും ചോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ, ചന്ദനം കുറിക്കുമ്പോഴും അതിൽ നിന്നുകൊണ്ട് ഷെയർ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇൻവെസ്റ്റർ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാണോ റിട്ടേൺ വേണ്ടത് അതനുസരിച്ചാണ്. ഞാൻ പറയും, ഒരു 10 lakh ഓൺവേർഡ്സ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേ ആർ വെരി 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 ലക്കി. കാരണം ഇനി ഇത്രയും റിട്ടേൺ കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്, സേഫ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് തന്നെ ഇല്ലെന്നുള്ളത് ശങ്കര കൈവിട്ട് വരാൻ ഞങ്ങൾക്ക് സാധിക്കും. That's the power of, that is the utility of just made real estate management. അപ്പോ ഓക്കെ, നമ്മൾ പറഞ്ഞു. അപ്പൊ കേവലം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു കോട്ടേജിന്റെ പാർട്ണറാകാൻ പറ്റുന്ന ഒരു അവസരം. അങ്ങനെ ഈ ഒരു അവസരം നൽകുന്ന കമ്പനി മാനേജ്മെന്റിന് ഇന്നേ വരെ അനവധി അവാർഡുകൾ, നിരവധി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ വിചാരിക്കും, സാധാരണ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രൊജക്ട്
വരാൻ പോകുന്നേ ഉള്ളൂ അല്ലെ. പലപ്പോഴും പല ഇൻവെസ്റ്റ്മെന്റുകൾ പ്ലാനിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അത് വരുന്നു, പ്രൊജക്ട് ഡിസൈൻഡ് ആണ്. അങ്ങനത്തെ കഥയൊന്നുമല്ല കേട്ടോ. ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഓൾമോസ്റ്റ് റെഡി ടു റൺ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആദ്യം അല്ലെ ഇതിന്റെ പത്ര കട്ടിങ്സുകളാണ് ഓരോന്നോരോ നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്തായാലും അനീസാർ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തിരിച്ചു വരാം. നിരവധി അനവധി അവാർഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് ജസ്റ്റ് പെയിന്റിന്റെ ഈ ഒരു യാത്ര മുടിക്കുന്നത്. ആദ്യമായി മന്ത്രി VN വാസവന്റെ കയ്യിൽ നിന്നും ഏറ്റവും മികച്ച ഒരു ഇ കോമേഴ്സ് കമ്പനിക്കുള്ള അവാർഡിൽ നിന്നും തുടങ്ങി കയ്യിരിക്കണേ. നെക്സ്റ്റ് ഏറ്റവും നല്ല കൃഷിക്കുള്ള ഒരു അവാർഡ് നമ്മുടെ കൃഷി മന്ത്രി പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്നും നമുക്ക് ലഭിക്കാൻ സാധിച്ചു. യെസ്, അങ്ങനെ 25 വർഷം ശ്രദ്ധിക്കണം, 25 വർഷം പൂർത്തീകരിച്ച് സിൽവർ ജൂബിലി കഴിഞ്ഞ് ഡയമണ്ട് ജൂബിലിയിലേക്കുള്ള യാത്രയിൽ സിൽവർ സ്പൂൺ എന്ന പേരും മാറ്റി ഡയമണ്ട് സ്പൂൺ എന്ന പ്രഖ്യാപനവുമായി 25 വർഷത്തെ സേവനമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അവാർഡ് ചിത്ര മാം കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. നമുക്കറിയാം ഏറ്റവും പോലീസ് മേധാവിയായിട്ടുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ കയ്യിൽ നിന്നും ബിസിനസ് എക്സലൻസ് അവാർഡ് നേടാൻ നമുക്ക് സാധിച്ചു. ഒപ്പം ആദ്യമായി 2024 ചന്ദന കർഷക കൂട്ടായ്മ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ SWGMW ചിതറിക്കടന്ന ചന്ദന കർഷക കൂട്ടായ്മക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു കൂട്ടായ്മ രൂപീകരിച്ചതിന് ദീപികയുടെ വക ടൂറിസം PWD മിനിസ്റ്റർ റിയാസിന്റെ കയ്യിൽ നിന്നും ജസ്റ്റ് പെയിന്റിന് ആദരവ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു പ്രൊജക്ട് നമുക്ക് വാങ്ങാൻ ചന്ദനത്തോപ്പുകൾ എന്നുള്ള ആ ഒരു പ്രൊജക്ടിന്റെ ആ ഒരു കല്ലിടൽ ചടങ്ങ് KTDC ചെയർമാൻ ശശി സാറാണ് നിർവഹിച്ചത്. ആ ഒരു ചിത്രമാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഒപ്പം കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം, ലോകത്തിലെ കേരളത്തിൽ നിന്നുള്ള ഉദയശില്പം, ആക്ടർ മെഗാസ്റ്റാർ, നമ്മുടെ അവരുടെ പ്രിയപ്പെട്ട കൈരളി TV ചാനലിന്റെ ചെയർമാനോടായിട്ടുള്ള മമ്മൂക്കടയിൽ നിന്നും വീണ്ടും ഒരു എക്സലൻസ് പുരസ്കാരം കൂടി നിരവധി അനവധി MP-മാരുടെ കയ്യിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങാൻ നമ്മുടെ കമ്പനിക്ക് സാധിച്ചു. അങ്ങനെ കേരളത്തില് ജസ്റ്റ് പെയിന്റിന്റെ പുതുചരിത്രം രൂപീകരിച്ച് 2025 കേന്ദ്രത്തിൽ നിന്നും ചിരാഗ് പാസ്വാനിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ കോടീശ്വരൻ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഇത് അഭിമാനത്തോടെ പറയാം. അന്ന് ആ ചടങ്ങിന് ശേഷം അവിടെ നിന്ന് റെക്കമെൻഡേഷൻ ലഭിച്ചതിന് ശേഷം ഇന്ന് കേരളത്തിലെ ജസ്റ്റ് പെയിന്റിന്റെ സക്സസ്ഫുൾ യാത്രയിലൂടെ NIRDC എന്ന ഡിവിഷനിലെ കേരളത്തിന്റെ നിയുക്ത ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷൻ എന്ന ചുമതലയുടെ നൽകിക്കൊണ്ട് ആ അവാർഡ് കരസ്ഥമാക്കാൻ ജസ്റ്റ് പെയിന്റിന്റെ മാനേജിംഗ് ഡയറക്ടറിന് സാധിച്ചു. നമുക്കറിയാം മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം ലാലേട്ടന്റെ കയ്യിൽ നിന്നും അമ്മയുടെ ഏറ്റവും നല്ല റിയൽ എസ്റ്റേറ്റ് ആൻഡ് ടൂറിസം കമ്പനിക്കുള്ള ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നുണ്ടായി. കഴിയില്ല. കൃഷി എന്ന് പറയുന്നതിന് ഫോറസ്റ്റ് ഡിവിഷൻ എത്രത്തോളം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് മിനിസ്റ്റർ ശശീന്ദ്രൻ സാറിന്റെ കയ്യിൽ നിന്നും മാധ്യമം ചാനലിന്റെ അവാർഡ്, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ സാറിന്റെ കയ്യിൽ നിന്നും ഏറ്റവും നല്ല ഇന്നോവേറ്റീവ് ടൂറിസം പ്രൊജക്ടിനുള്ള ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഒപ്പം മന്ത്രി MP രാജേഷും ഒപ്പം ആദ്യത്തെ നമ്മുടെ സ്പീക്കറുമായിരുന്ന ആദ്യ ഭരണകാലത്ത് LDFന്റെ ആദ്യ ഭരണകാലത്ത് സ്പീക്കറുമായിരുന്ന MP രാജേഷിൽ നിന്നും എക്സലൻസ് ഇന്നോവേറ്റീവ് കൾട്ടിവേഷൻ ആൻഡ് ടൂറിസത്തിനുള്ള അവാർഡ്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കയ്യിൽ നിന്നും ഏറ്റവും നല്ല ഇന്നോവേറ്റീവ് ടൂറിസം പ്രൊജക്ടിനുള്ള ഒരു അവാർഡ് നമ്മൾ ഏറ്റുവാങ്ങി. ഒപ്പം കേരളക്കരയുടെ അഭിമാനമായി മാറിയ ജസ്റ്റ് പെയിന്റിന്റെ ഏറ്റവും തൂവൽ കിരീടമറിഞ്ഞ ആ ഒരു ദിവസം 2025 അബുദാബിയില് ലോകമെമ്പാടും ജസ്റ്റ് പെയിന്റ് എന്ന പേര് ഏറ്റുപറഞ്ഞ ദിവസം കേരളത്തിന്റെ ഇരട്ടച്ചങ്കൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഒപ്പം കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്കയുടെ കയ്യിൽ നിന്നും ദ ബെസ്റ്റ് എക്സലന്റ് ഇന്നോവേറ്റീവ് ടൂറിസം അവാർഡ് കരസ്ഥമാക്കിക്കൊണ്ട് ജസ്റ്റ് പെയിന്റ് ചൈത്രയാത്ര തുടരുകയാണ്. ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ ഏറ്റവും നല്ല ടൂറിസം ഇന്നോവേഷൻ അവാർഡ്, അതും നിയമസഭയിൽ വെച്ച് സ്പീക്കറുടെ കയ്യിൽ നിന്നും അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് മാനേജ്മെന്റ്. അതെ, ഇതൊരു തുടർച്ചയാണ്. ജീവിതത്തിൽ പരാജയപ്പെട്ടവരെയും ജീവിതത്തിൽ വിജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തവരെയും വിജയിപ്പിച്ച ഒരു മാന്ത്രികന്റെ ജീവിത തുടക്ക കഥ. ഇത് തീരുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. എന്നാലും ഞങ്ങളുടെ കടമ ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളിവിടെ നിന്നാൽ നിങ്ങൾക്ക് ഇനി അദ്ദേഹത്തെ കാണാനുള്ള സമയം ഞങ്ങൾ തന്നെ ലേറ്റ് ആകും. കാരണം അവതാര പ്രതിമകളുടെ പൂർണ്ണ രൗദ്രഭാവം കൊണ്ട് ആ മൂർത്തിയെ നിങ്ങളുടെ മുമ്പിൽ
അവതരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്രയും നേരം ഞങ്ങൾ ഈ ഒരു പ്രസന്റേഷന് കേട്ടിരുന്ന് എല്ലാവിധ പിന്തുണ നൽകിയ നിങ്ങൾക്ക് ഞങ്ങൾ കൈയടി കൊടുത്തുകൊണ്ട് താങ്ക് യു സോ മച്ച്. ആൻഡ് ദിസ് ഇസ് ലിൻസി ജോസഫ്, ഡെപ്യൂട്ടി മാനേജർ ജസ്റ്റ് മെയ്ഡ് ഇന്റർനാഷണൽ ഫ്രം എറണാകുളം. ആൻഡ് താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് അനീഷ് പറൂർ, സോണൽ മാനേജർ ജസ്റ്റ് മെയ്ഡ് ഇന്റർനാഷണൽ. ഓക്കെ, താങ്ക് യു.